ചങ്കളെ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഈ വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സീസണിൽ മഴക്കാലത്ത് നമ്മുടെ ഒക്കെ വീട്ടിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ മക്കളുടെ ജലദോഷം, ചുമ എന്നൊക്കെ ഉള്ളത് അല്ലേ. കഫ സംബന്ധമായിട്ട് നമുക്ക് വലിയവർക്കായിക്കോട്ടെ കുട്ടികൾക്കായിക്കോട്ടെ വിട്ടുമാറാത്ത ചുമയാണ്. നമ്മൾ 3-5 ദിവസം ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടും മാറാത്ത കഫക്കെട്ട്. ഇതിനൊക്കെ ഒരു സൊല്യൂഷനാണ് ഈ ഒരു വീഡിയോ. ഇത് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യാവുന്ന, എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പൊടിക്കൈയാണ് കേട്ടോ. ഇതിനാവശ്യമായിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഒരു കഷ്ണം ഇഞ്ചി ഇടുക, അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി, പിന്നെ ഒരു സ്പൂണ് കരിഞ്ജീരകം, ഇത്രയും മതി. ഇത് മൂന്നും നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നല്ല ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് തിളപ്പിക്കട്ടെ. ഒരു 2 ഗ്ലാസ് വെള്ളം 1.5 ഗ്ലാസ് വെള്ളം ആവുന്ന വരെ നമ്മൾ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. ഈ ഒരു വറ്റിച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെള്ളം നമ്മൾ ഒരു അരിപ്പൊക്കെ വെച്ച് ഊറ്റിയെടുത്ത് നല്ല നെക്കി പിഴിഞ്ഞ് അതിൻ്റെ സത്തൊക്കെ കിട്ടുന്ന ലെവലിൽ നെക്കി പിഴിഞ്ഞ് അതിൻ്റെ ഒരു വെള്ളം നമ്മൾ ചൂടാറുന്നവരെ മാറ്റി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ വീട്ടിലുള്ള കഫക്കെട്ടുള്ള മക്കളായിക്കോട്ടെ, നമ്മുടെ ഭാര്യക്കായിക്കോട്ടെ, നമ്മുടെ ഉമ്മക്കായിക്കോട്ടെ, അത് ഒരു 3-4 പ്രാവശ്യം കുടിക്കാൻ കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട്, കഫക്കെട്ട് എന്നുള്ള ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം കിട്ടും. കാരണം ഇത് ഞാൻ അനുഭവിച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. എൻ്റെ വാവച്ചുകുട്ടിക്ക് 3 ദിവസമായിട്ട് ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടും മാറാത്ത കഫക്കെട്ട് ഈ ഒരു കാര്യം ചെയ്തിട്ടാണ് ആൾക്ക് ഒരു കുറവ് വന്നത് കേട്ടോ. ഇത് ഞാൻ എൻ്റെ പെങ്ങളാണ് എനിക്ക് പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങളെയും പാടി കാണിക്കണം എന്ന് വിചാരിച്ചു. കാരണം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും പാടി വീഡിയോസ് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കും പാടി ഉപകാരപ്പെടട്ടെ. എന്തായാലും എൻ്റെ വാവച്ചുകുട്ടി ഇതാ ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ല പറ്റേ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.